UGC നെറ്റിൻ്റെ ആൻസർ കീ ചലഞ്ച് വിൻഡോ ഇപ്പോൾ ലൈവാണ്. അത് ലാസ്റ്റ് ഡേറ്റ് 8th ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അർജൻറ്റായിട്ട് ഇടുന്നൊരു വീഡിയോ ആണിത്. ഇത് എന്താണ്, ഏതാണ്, എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, ചാലഞ്ച് ചെയ്യേണ്ട ആവശ്യം എന്താണ്, എങ്ങനെ ചാലഞ്ച് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം UGC നെറ്റിൻ്റെ ഈ പോർട്ടൽ ഓപ്പൺ ആക്കുക. അവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ UGC നെറ്റിൻ്റെ ആൻസർ കീ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള വിൻഡോ ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് കാണും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തിട്ട് നോർമലി നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൻ്റെ മുകളിൽ ആൻസർ കീ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് അതിൽ ഹെഡിങ് കാണും. അതൊന്ന് കൺഫേം ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അത് ലോഗിൻ ചെയ്ത് കയറിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് കിട്ടും. ഈ വിൻഡോയിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ആപ്ലിക്കേഷൻ നമ്പർ, റോൾ നമ്പർ, എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അതിലിവിടെ വ്യൂ ആൻസർ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യൂ ഉണ്ട്. ആ വ്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് ഇങ്ങനെ ലഭ്യമാകും. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിൽ തന്നെ നിങ്ങൾ ഏതാണ് ക്വസ്റ്റ്യൻ എന്നും ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കൊടുത്ത റെസ്പോൺസ് ഏതാണ്, ചൂസ് എൻ ഓപ്ഷൻ ഏതാണ് എന്നുള്ളതും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതാണ് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ്. ഇത് നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. മുകളിലൊരു പ്രിൻറ്റ് ബട്ടൺ ഉണ്ടാവും. പ്രിൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് PDF ഫയൽ ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെക്കുക. അതിനുശേഷം ഇവിടെ ചാലഞ്ച് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഗ്രീൻ ബട്ടണിൽ കാണാൻ പറ്റും. ആ ചാലഞ്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണായി വരുന്ന വിൻഡോയിൽ ഈ കാണുന്നത് ക്വസ്റ്റ്യൻ ID ആണ്. ഇത് അതിൻ്റെ ഓപ്ഷനാണ്, കറക്റ്റ് ഓപ്ഷനാണ്. അതായത് NTA നൽകിയിരിക്കുന്ന ഓപ്ഷനാണ് ഓപ്ഷൻ 4 എന്ന് പറയുന്നത്. ആ ഓപ്ഷൻ ഇവിടെ ഗ്രേ ആല് ഫില്ല് ചെയ്തിട്ടും കാണാൻ പറ്റും. അതായത് ആ ഓപ്ഷൻ നിങ്ങൾക്ക് ഇനി ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. പകരം നിങ്ങൾ ഗ്രേ ബട്ടൺ ഇല്ലാത്ത ഏതൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും, അങ്ങനെ NTA കൊടുത്ത ആൻസർ അല്ലാതെ മറ്റേത് കോളത്തിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് അവിടെ ബ്ലൂ ടിക്ക് വരുന്നത് കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ നമ്പേഴ്സ് ചാലഞ്ച് ചെയ്യാം എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അതായത് നിങ്ങൾക്ക് NTA നൽകിയ ആൻസർ അല്ല, നിങ്ങൾ ഏത് സെക്കൻഡ് ഓപ്ഷനാണ് ശരിയെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ടച്ച് ചെയ്ത് കൊടുത്താൽ അവിടെ ഒരു ബ്ലൂ ടിക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ എത്ര ചോദ്യം നിങ്ങൾക്ക് അങ്ങനെ ചാലഞ്ച് ചെയ്യണോ അത്രയും ചോദ്യം നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടാകുമ്പം പിന്നീട് അതിൻ്റെ ലാസ്റ്റ് പോർഷനിൽ ഇവിടെ വരുന്ന ക്ലെയിം ആൻസർ കീ ലിസ്റ്റ് അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ID ഉണ്ടാവും. അവിടെ നിങ്ങൾ പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ആ പ്രൂഫൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ക്യാപ്ഷൻ അടിച്ച് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് സബ്മിറ്റ് ആവുള്ളൂ. അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷേങ്കിൽ അതിന് ഒരു ക്വസ്റ്റ്യന് 200 rupees വെച്ചിട്ട് എത്ര ക്വസ്റ്റ്യൻ ചാലഞ്ച് ചെയ്യുന്നോ അത്രയും എമൗണ്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ആ ഫീ ഡീറ്റെയിൽസ് അങ്ങനെയാണ് വരുന്നത്. ഇതാണ് ആൻസർ കീ ചാലഞ്ചിൻ്റെ പ്രോസസ്സായിട്ട് വരുന്നത്. ഇനി വേണ്ടുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ആൻസേഴ്സ് ആണ് റോങ് എന്ന് കണ്ടുപിടിച്ചാലേ നമുക്ക് ചാലഞ്ച് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റും ആൻസർ കീ ചാലഞ്ചിൻ്റെ ഭാഗത്ത് NTA തന്നിട്ടുള്ള ആൻസേഴ്സും ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. അതിൽ ഏതൊക്കെ ശരിയുണ്ട്, ഏതൊക്കെ തെറ്റുണ്ട് എന്നുള്ളത് നോക്കുക. അത് നോക്കിയതിന് ശേഷം നമുക്ക് ഒരു ഏകദേശം മാർക്ക് വരുന്നുണ്ടാവും. ഒരു മാർക്ക് റേഞ്ച് പ്രീവിയസ് കട്ട് ഓഫിൻ്റെ ഏകദേശം അടുത്ത്. കഴിഞ്ഞ തവണ നെറ്റിന് എന്ന് പറയുന്നത് 172 ഹിസ്റ്ററിയിൽ കട്ട് ഓഫ് വന്നിട്ടുണ്ടായത്. OBC റിസർവേഷനിലാണ് ഈ 172 മാർക്ക് വന്നത്. അതുപോലെ തന്നെ OBC റിസർവേഷനിൽ 186 മാർക്കായിരുന്നു JRFന് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഓരോന്നിനും മാറി മാറി വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ റെസ്പോൺസ് ഷീറ്റും NTAൻ്റെ ആൻസർ കീയും മാച്ച് ചെയ്ത് നോക്കിയിട്ട് നമുക്കിപ്പോൾ ഒരു 180 മാർക്ക് ഓൾറെഡി വരുന്നുണ്ട്. അതായത് 90ഓളം ആൻസേഴ്സ് കറക്റ്റാണ്, 180 മാർക്ക് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ചാലഞ്ചബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ എഴുതിയത് ശരിയാണ്, NTA തന്നത് തെറ്റാണ് എന്നുള്ള തോന്നുന്ന തരം ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചിട്ട് ആ ആൻസേഴ്സ് നമ്മൾ ക്ലെയിം ചെയ്താൽ, ചിലപ്പോൾ 3 എണ്ണം ക്ലെയിം ചെയ്താൽ 6 മാർക്കൊക്കെ നമുക്ക് അഡീഷണൽ കിട്ടും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ OBCക്ക് ഹിസ്റ്ററി സബ്ജക്റ്റിൽ 186 ആയിരുന്നു JRFൻ്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 180 മാർക്ക് അറൗണ്ട് ഉള്ള ആൾക്ക് ഒരു 3 ക്വസ്റ്റ്യൻ ചാലഞ്ച് ചെയ്താൽ അത് 186 ആയിട്ട് മാറും. അപ്പോൾ നമ്മളൊരു ഹോപ്പ്ഫുള്ളി ഒരു കട്ട് ഓഫ് ഏകദേശം വരാൻ സാധ്യതയുണ്ട്, എനിക്ക് ചാലഞ്ച് ചെയ്താൽ കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ചാലഞ്ച് ചെയ്യാം വേണമെങ്കിൽ എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഒന്നും നോക്കാണ്ട് നെക്സ്റ്റ് ടൈം നെറ്റിന് നന്നായിട്ട് പഠിച്ച് എഴുതിയിട്ട് മാർക്ക് വാങ്ങാം. ഏത് ഓപ്ഷനും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷേങ്കിൽ നെറ്റിന് കൊടുക്കുമ്പോൾ വീണ്ടും നിങ്ങൾ ഫീ അടച്ചിട്ട് 1200ഓളം അബൌട്ട് അത്രയും എമൗണ്ട് ഫീ അടച്ച് പിന്നെ എക്സാമിന് പോകുന്ന എക്സ്പെൻസ്, 2 മാസത്തെ പഠിത്തം, അങ്ങനെ പലതും
ചെയ്യേണ്ടി വരും. പിന്നെയും ചിലപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ ക്ലെയിം ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അത്രയും മാർക്ക് കിട്ടും. ചില സമയത്ത് നമുക്ക് 8 ക്വസ്റ്റ്യൻസോടൊക്കെ ക്ലെയിം ചെയ്യാനുണ്ടാവും. എമൗണ്ട് അഫോർഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 8 ക്വസ്റ്റ്യനും ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന്, അതായത് ഇന്ന് തന്നെ ആൻസർ കീയും റെസ്പോൺസ് ഷീറ്റൊക്കെ മാച്ച് ചെയ്ത് നോക്കി ഉത്തരം കണ്ടുപിടിച്ച് അതിൻ്റെ ഡാറ്റാസ് കണ്ടുപിടിച്ച് ക്ലെയിം ചെയ്യേണ്ട ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് ഇന്നോ നാളേക്കുള്ളിലോ ക്ലെയിം ചെയ്ത് ചാലഞ്ച് വിൻഡോ 2 ദിവസമൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഓടിച്ചിട്ടിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ചോദിക്കുക, നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് കമൻറ്റ് ചെയ്യാം. ആ കമൻറ്റ് ചെയ്താൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചോദിക്കാം. താങ്ക്